നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനലിലെ പേര് ചേഞ്ച് ചെയ്യുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചാനലിലെ പേര് ഇത് ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. കണ്ണാപ്പി എന്നായിരുന്ന ചാനൽ ഇനി മുതൽ പുതിയ പേരിലേക്ക് ആയി. മൈ സ്റ്റോറീസ് ബൈ കണ്ണ എന്ന് പറയുന്ന ചാനലായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനെപ്പറ്റി മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടാണ്. എന്തായാലും ചാനലിലെ പേര് മാറ്റുന്ന ഉറപ്പായിരുന്നു. അപ്പോൾ നല്ല കുറേ പേരുകളൊക്കെ സജസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങളുടെ അടുത്തൊക്കെ പറഞ്ഞ് കുറേ പേരൊക്കെ നല്ല നല്ല കിടിലം പേരുകളൊക്കെ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായി. പക്ഷേ കൂടുതൽ നമുക്ക് ഒരു വ്ളോഗ്സ് ആ ഒരു ടൈപ്പുള്ള പേരുകളാണ് വന്നത്. ഇറ്റ്സ് മൈ സ്റ്റോറീസ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം വരുന്നത്? സിമ്പിളാണ്. ഇത് എൻ്റെ കഥകൾ, അതായത് എൻ്റെ സ്റ്റോറീസ് എല്ലാം ഷെയർ ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് ഞാൻ നമ്മുടെ ചാനൽ ഇനി പേര് മാറ്റിയപ്പോൾ ആ ഒരു പേര് സെലക്ട് ചെയ്യാനുള്ള കാരണം ജസ്റ്റ് ഒന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ റൂമിലാണ്, ക്വാറന്റൈനിലാണ്, കോവിഡ് പോസിറ്റീവായിട്ടിരിക്കുകയാണ്. മലയാളം ടെക്കീസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ. ഇന്ന് ഫസ്റ്റ് ദിവസം കേട്ടോ, ക്വാറന്റൈൻ്റെ ഫസ്റ്റ് ദിവസമാണ്. 10 ദിവസമാണ് ഇപ്പോൾ നിലവിൽ അവർ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് 10 ദിവസം ക്വാറന്റൈൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടി ടെസ്റ്റ് ചെയ്യാനായിട്ട് പോകണം. വേറൊരു ആവശ്യത്തിനായിട്ട് ഹോസ്പിറ്റലിൽ പോയതാണ്. ഹോസ്പിറ്റലിൽ പോയി ഇപ്പോൾ നമുക്കിത് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ആൻറ്റിജൻ ടെസ്റ്റാണ് ചെയ്തത്. അപ്പോൾ ആൻറ്റിജൻ ടെസ്റ്റ് ചെയ്തു. ആൻറ്റിജൻ ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവ് ആണെന്നാണ് അറിഞ്ഞത്. എന്തായാലും ഈ 10 ദിവസങ്ങളിൽ നമ്മൾ എന്തായാലും എനിക്ക് സമയം പോകാനൊന്നും വേറെ വഴിയില്ല. അപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ പ്ലാനിങ് ഉണ്ട്. പ്ലാനിങ് എന്നല്ല, വീഡിയോസ് എന്തായാലും ചെയ്തെടുക്കുക. കാരണം എനിക്ക് സമയം പോകണ്ടേ. നിങ്ങൾ വീഡിയോ ഒക്കെ കാണുന്നവർ മറക്കാതെ നമ്മുടെ ചാനലിൽ ഒന്ന് കയറി നോക്കുക കേട്ടോ. പിന്നെ ഇന്ന് രാവിലെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, 1-2 പേരൊക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ ആരെങ്കിലുമൊക്കെ ഇതുപോലെ പോസിറ്റീവായിട്ട് ക്വാറന്റൈനിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ. ഹെൽത്ത് സെൻ്ററിൽ നിന്ന് അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കളക്ടറേറ്റ് ഓഫീസിൽ നിന്ന് ഡാറ്റാസിന് വേണ്ടി, അതായത് എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് കോൺടാക്ട് ഉണ്ടായിരുന്നോ എന്നൊക്കെ കാര്യങ്ങളൊക്കെ ചോദിച്ച് അവർ വിളിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഹെൽത്ത് സെൻ്ററിൽ നിന്ന് വിളിച്ചിട്ട് വേണ്ട നിർദ്ദേശങ്ങൾ കാര്യങ്ങളൊക്കെ തന്നു. ഇപ്പോൾ എനിക്ക് എന്താ പണി കിട്ടിയേക്കണേന്ന് വെച്ചാൽ വീട്ടിൽ നിന്നല്ല, റൂമിൽ നിന്ന് പുറത്തേക്ക് അങ്ങനെ അധികം ഇറങ്ങാൻ പറ്റില്ല എന്നല്ല, റൂമിൻ്റെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. പിന്നെ എന്താണ് ആകെപ്പാടെ അടച്ചിട്ട ഒരു സെറ്റപ്പാണ്. എന്തായാലും ടൈം പോകാനായിട്ട് ഗെയിം കളിക്കുക, വീഡിയോ ചെയ്യുക, പാട്ട് കേൾക്കുക, ഇതൊക്കെ തന്നെ അവസ്ഥ. അപ്പോൾ എന്തായാലും എല്ലാ ദിവസങ്ങളും ഞാൻ പറ്റുന്നുണ്ടെങ്കിൽ എല്ലാ ദിവസങ്ങളിലും ഓരോരോ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ എനിക്ക് വേറെ സിംറ്റംസോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വരും ദിവസങ്ങളിൽ വീഡിയോസ് ഉണ്ടാവും. പിന്നെ ചാനലിലെ പേര് മാറ്റിയ കാര്യം പറഞ്ഞില്ലേ, ഇറ്റ്സ് മൈ സ്റ്റോറീസ് എന്നായിരിക്കും ഇനി മുതൽ നമ്മുടെ ചാനൽ അറിയപ്പെടുക. അപ്പോൾ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കൊക്കെ നമ്മൾ മൈ സ്റ്റോറീസ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നവർ, ഫേസ്ബുക്കൊക്കെ യൂസ് ചെയ്യുന്നവരൊന്ന് ഫോളോ ചെയ്യുക. പിന്നെ നല്ല നല്ല കിടിലം കണ്ടൻറ്റുകളായിരിക്കും നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഈ ഇരിക്കുന്ന വീഡിയോ ഒരു ഔട്ട്ഡോറൊക്കെ നിന്ന് അടിപൊളിയായിട്ട് എടുക്കാനായിട്ടൊക്കെ കുറച്ച് ഷൂട്ട് ചെയ്തായിരുന്നു. പക്ഷേ ലൈറ്റ് പോയപ്പോൾ പിറ്റേ ദിവസം എടുക്കാനൊക്കെ പറഞ്ഞിരുന്നതാണ്. പക്ഷേ പിറ്റേ ദിവസമാണ് ഈ ഒരു റിസൾട്ട് വന്നത്. അപ്പോൾ ഇനിയിപ്പോൾ പുറത്ത് പോയി ഔട്ട്ഡോറൊന്നും എടുക്കാനൊന്നുമില്ല. എന്തായാലും ഇതിപ്പോൾ ഇങ്ങനെ ആയിപ്പോയി, എന്ത് ചെയ്യാനാണ്. അപ്പോൾ എന്താണ്, ഇനിയിപ്പോൾ പറഞ്ഞധികം നീട്ടുന്നില്ല, ചെറിയൊരു വീഡിയോയാണ്. അപ്പോൾ നാളെ കാണാം. നാളെ കണ്ടില്ലെങ്കിൽ അടുത്ത ദിവസം. ഓക്കെ, എന്തായാലും നമ്മൾ വീഡിയോസ് ഇനി അടുത്തടുത്ത ദിവസങ്ങളിൽ വീഡിയോസ് വരും കേട്ടോ. അപ്പോൾ സപ്പോർട്ട് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോസ് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനെയും കൊണ്ടും എല്ലാവരും കൊണ്ടും നിങ്ങൾ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.